2026 ഓഗസ്റ്റ് 17 സിറാജ് എഡിറ്റോറിയൽ. സംസ്ഥാനങ്ങളെ ഇനിയും ദുർബലമാക്കണോ? വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ മൈൻഡ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവം തകർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി നയങ്ങളിലൊന്നാണ് ഈ ബില്ല്. അധികാര കേന്ദ്രീകരണ മാതൃക കൂടുതൽ വിശാലമായി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന വിമർശമാണ് ഭരണഘടനാ വിദഗ്ധരും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഉയർത്തുന്നത്. ഇന്ത്യയിൽ ഖനന മേഖല നിയന്ത്രിക്കുന്നത് 1957 മൈൻഡ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. ഈ നിയമപ്രകാരം ലെവി ഏർപ്പെടുത്തുന്നതിലടക്കം അതത് സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. രാജ്യവ്യാപകമായി ധാതുമേഖലയിൽ ഏകീകൃതവും സന്തുലിതവുമായ നികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നതിനാണ് പുതിയ ഭേദഗതിയെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. കേന്ദ്രം വയ്ക്കുന്ന നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമല്ലാതെ ധാതുക്കളുടെ അവകാശത്തിന്മേലും ധാതുക്കളടങ്ങിയ ഭൂമിയുടെ മേലും പുതിയ നികുതികൾ ചുമത്തുന്നതിൽ നിന്ന് ഈ ബില്ല് സംസ്ഥാനങ്ങളെ വിലക്കുന്നു. ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷം പോലും അപ്രതീക്ഷിതമായി പുതിയ നികുതികളും സെസ്സുകളും മറ്റ് ലെവികളും ഏർപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടെന്നും ഇത് രാജ്യത്തിൻ്റെ വികസനത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ധാതുക്കളുടെ ഖനനത്തിൽ വലിയ അനിശ്ചിതാവസ്ഥയും വിലക്കയറ്റവും ഉണ്ടാക്കുന്നുവെന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. സംസ്ഥാനങ്ങൾക്കിടയിൽ നികുതി അസമത്വം, നികുതി ഭാരം കാരണം ഖനനം ലാഭകരമല്ലാതാകൽ, അതുവഴി ഖനികൾ അടച്ചുപൂട്ടൽ, സംരംഭകരുടെ പിൻവാങ്ങൽ, ധാതു ഇറക്കുമതി അനിവാര്യമാകൽ തുടങ്ങിയ പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. 1957 നിയമത്തിൽ നിർണായകമായ മാറ്റങ്ങളാണ് ഈ ബില്ല് വരുത്തുന്നത്. ധാതുക്കൾ അടങ്ങിയിട്ടുള്ള ഭൂമിയുടെ നിയന്ത്രണം ഇനി മുതൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കുമെന്ന് യാതൊരു ചർച്ചയും കൂടാതെ കൊണ്ടുവന്ന ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. പുതിയ നിയമത്തിലെ സെക്ഷൻ 9D പ്രകാരം കൽക്കരി അടക്കമുള്ള ധാതുക്കളുടെ അവകാശത്തിന്മേലോ ധാതുസമ്പന്നമായ ഭൂമിയിന്മേലോ സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ നികുതിയോ സെസ്സോ മറ്റ് ലെവികളോ ചുമത്താൻ കഴിയില്ല. ഈ ഭേദഗതി നിലവിൽ വരുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങൾ പിരിച്ചെടുക്കാത്ത മുൻകാല നികുതികളും വാങ്ങാനാകില്ല. എന്നാൽ ഭേദഗതിക്ക് മുമ്പ് ഇതിനകം സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചതോ കമ്പനികൾ അടച്ചതോ ആയ തുകകൾ തിരികെ നൽകേണ്ടതില്ല. സംസ്ഥാനങ്ങളുടെ അധികാര മേഖലയിൽ ഉൾപ്പെട്ട വിഭവങ്ങൾക്കുമേൽ നികുതി ചുമത്താനുള്ള അവരുടെ പരമാധികാരം കവർന്നെടുക്കുന്നതാണ് ഈ ബില്ല്. 2024 ജൂലൈയിൽ സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച ചരിത്രപരമായ ഭൂരിപക്ഷ വിധി മറികടക്കാനുള്ള നീക്കമാണിത്. ധാതുക്കളടങ്ങിയ ഭൂമിക്കും പ്രകൃതി വിഭവങ്ങൾക്കും മേൽ നികുതി ഈടാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പരമോന്നത കോടതി ശരിവെച്ചതാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തെ ദൃഢപ്പെടുത്തുന്നതായിരുന്നു ആ വിധി. എന്നാൽ ഈ കോടതി വിധിയെ പൂർണ്ണമായും അസാധുവാക്കുകയാണ് ഭേദഗതി ബില്ല്. ഇത് ജുഡീഷ്യറിയുടെ അധികാരത്തെയും സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സ്വാതന്ത്ര്യത്തെയും ഒരുപോലെ വെല്ലുവിളിക്കുന്നതാണ്. ഖനന മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ഈ ബില്ല് ഗുരുതരമായി ബാധിക്കും. ഉദാഹരണത്തിന് ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നികുതിയേതര വരുമാനത്തിൻ്റെ 84.9% ലഭിക്കുന്നത് ഖനന മേഖലയിൽ നിന്നാണ്. അതുപോലെ തമിഴ്നാട്, ഒഡീഷ, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ മേഖലയിൽ നിന്ന് വലിയ തോതിൽ വരുമാന വളർച്ച ലക്ഷ്യമിട്ടിരുന്നവരാണ്. പുതിയ നിയമത്തിലൂടെ പിരിച്ചെടുക്കാത്ത പഴയ നികുതി കുടിശ്ശികകളെപ്പോലും റദ്ദാക്കിക്കൊണ്ട് ഏകദേശം 2 ലക്ഷം കോടി രൂപയോളം വരും ഇത്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് കേന്ദ്രം പരവതാനി വിരിക്കുമ്പോൾ സംസ്ഥാനങ്ങൾ ദരിദ്രമായി മാറുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നികുതി നിരക്കുകൾ വരുന്നത് ഖനന ചെലവ് കൂട്ടുമെന്നും അത് പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്നുമാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ വാദം. എന്നാൽ വിപണിയിലെ ഏകീകരണവും വിലക്കയറ്റ നിയന്ത്രണവും ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടഞ്ഞുകൊണ്ടാകരുത്. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ്. സംസ്ഥാനങ്ങൾ ശക്തമായാൽ മാത്രമേ രാജ്യം ശക്തമാകൂ. ഈ ഭേദഗതി പുനഃപരിശോധിക്കാനും സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഈ ബില്ല് കോടതി കയറുമെന്നുറപ്പാണ്.
സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടനാപരമായ അവകാശം കവരുന്ന ബില്ലിനെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതിന് പിറകെ ജാർഖണ്ഡ് സർക്കാരും ഇതേ നിലപാടെടുത്തിരിക്കുന്നു. സംസ്ഥാന പട്ടികയിലെ 49ാം ഇനം അനുസരിച്ച് കുഴിച്ചെടുക്കുന്ന ധാതുക്കളുടെ മൂല്യവും അളവുമുൾപ്പെടെ കണക്കാക്കി അതത് സംസ്ഥാനത്തിന് നികുതി ഈടാക്കാം. 1957 നിയമത്തിൽ ഭേദഗതി വരുത്തിയത് കൊണ്ട് മാത്രം ഈ അധികാരം ഇല്ലാതാകില്ലെന്ന വാദമാകും കോടതിയിൽ ഉയരുക.